മുഖ്യമന്ത്രിയോടും പറഞ്ഞു അദ്ദേഹം തന്നെ നേരിട്ട് മുൻകൈയെടുത്ത് ഇത് തീർക്കാനുള്ള നടപടികൾ അദ്ദേഹം ചെയ്യണം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ സ്ത്രീകളെ ഇങ്ങനെ അവർ ന്യായമായ ആവശ്യമാണെന്ന് എല്ലാവരും പറയുന്നു. 10 കൊല്ലം മുമ്പ് CITU സമരം ചെയ്ത കാര്യത്തിലാണ് ഇവരിപ്പോഴും സമരം ചെയ്യുന്നത്. നമ്മുടെ പ്രാദേശികമായ സംവിധാനങ്ങൾ ആരോഗ്യരംഗത്ത് തകരുകയല്ലേ അല്ല, ആണ് യഥാർത്ഥത്തിൽ ഇവരല്ലേ ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് എന്ന്. അവർക്ക് ശമ്പളവും കിട്ടുന്നില്ല, അതിൻ്റെ ഓണറേറിയം കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, ഒരു ആനുകൂല്യം. അദ്ദേഹത്തെ പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് അങ്ങനെ പറയാൻ പാടില്ല. സമരം ചെയ്തിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സമരം ചെയ്ത കാര്യങ്ങൾ നേടിയെടുത്ത പാർട്ടി ഒന്നും ചെയ്തിട്ടില്ല അവർ. പൂർണ്ണ പിന്തുണ തന്നെയാണ് ഞാൻ പറയാം. സ്മൃതി, VD സതീശനാണ് ഇപ്പോൾ സംസാരിച്ചത്. അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നിലപാട് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ എത്തിയിരിക്കുന്നത് അംഗനവാടി വർക്കേഴ്സിൻ്റെ സമരത്തിലേക്കാണ്. അംഗനവാടി വർക്കേഴ്സ് INTUCൻ്റെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ സമരം തുടരുന്നത്. ആ സമരത്തിലേക്കാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയത്. VD സതീശൻ നേരത്തെ തന്നെ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രത്യക്ഷമായ ഒരുപാട് പ്രസ്താവനകൾ ആശാവർക്കർമാർക്ക് വേണ്ടി നടത്തുകയും ചെയ്തു. തീർച്ചയായും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണം, ആരോഗ്യമന്ത്രി ചർച്ച നടത്താൻ തയ്യാറാകണമെന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആശാവർക്കറുടെ സമരം നടത്തുന്നതിൻ്റെ തൊട്ടിപ്പുറമാണ് അംഗനവാടി ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്നത്. ആ സമരത്തിലേക്കാണ് ഇപ്പോൾ ആ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തുകയും ചെയ്തത്. ആ അംഗനവാടി ജീവനക്കാർ, എന്താണ് നിങ്ങളുടെ സമരത്തിൻ്റെ ആവശ്യം? എന്താ പ്രധാനപ്പെട്ട? ഞങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, മറ്റ് ഞങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ ക്യാഷും കിട്ടേണ്ടതുണ്ട്, അത് കിട്ടിയിട്ടില്ല. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആശാവർക്കർമാരുടെ സമരം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇതും കൂടി നടക്കുന്നത്. അതെ, അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യവും. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തന്നെയാണ്. അതെ, ഇത് തന്നെയാണ്. ഞങ്ങൾ ആ ജില്ലകളിൽ നിന്നും ആളുകളുണ്ടോ? ഇന്നും ഓരോ ദിവസവും ഓരോ ജില്ലക്കാരാണ്. ഇത് തിരുവനന്തപുരം ജില്ലക്കാരാണ്. അതുപോലെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സമാനമായ ജീവിത സാഹചര്യമാണ് അംഗനവാടി ജീവനക്കാർക്കുമുള്ളത്. അവരും തെരുവിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് ആശാസമരം, ഒരു വശത്ത് അംഗനവാടി ജീവനക്കാരുടെ സമരം. ജീവിക്കാനുള്ള അടിസ്ഥാന ശമ്പളം, അത് ഓണറേറിയമാണ്, അത് ഉയർത്തുക എന്ന ആവശ്യമാണിപ്പോൾ അവർ ഉന്നയിക്കുന്നത്. തലസ്ഥാനം സ്തംഭിപ്പിച്ചിരിക്കുന്നു സ്ത്രീ കൂട്ടായ്മ എന്നുള്ളതാണ്. ആശമാർ വിവിധ ജില്ലകളിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ പേരെങ്കിലും ട്രെയിനുകളിൽ എത്താനുണ്ട് എന്നുകൂടിയാണ് നേരത്തെ വന്ന പ്രതികരണങ്ങൾ. കുട ചൂടിയും അല്ലാതെയും കിടന്നും ഇരുന്നുമൊക്കെ സമരം ചെയ്യുകയാണ് സെക്രട്ടേറിയറ്റിന് ചുറ്റും ആശമാർ. സുനിഷ ഏലൂരുണ്ട്. സുനിഷ, പ്രതീക്ഷ കൈവിടുന്നില്ല. സമരം 36ാം ദിവസത്തിലാണ്. കൂടുതൽ കടുപ്പിക്കുന്നു. പലരുടെയും ശബ്ദം പോകുന്നു, പലർക്കും പനി വരുന്നു, വയ്യാതാകുന്നു, തളരുന്നു. പക്ഷേ സമരം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച ശബ്ദത്തോടെ അവർ പറയുകയാണ്. അവർക്ക് ആവേശമായി ഇപ്പോൾ ഗോമതി എത്തി, KK രമയെത്തി. ഈ സമരം 36ാം ദിവസത്തിലെത്തുമ്പോൾ എന്താണ് ഇവരുടെ പ്രതികരണങ്ങളായി വരുന്നത്? സുനിഷ. സ്മൃതി, സമരം 36ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും ഒരു പ്രതീക്ഷ സർക്കാർ ഇതിൽ അനുകൂല നിലപാടെടുക്കുമോ എന്നത് തന്നെയാണ്. ഇല്ല എങ്കിൽ ഇതേ രീതിയിലുള്ളൊരു പ്രതിഷേധം, ഒരു മാസം പിന്നിട്ടിരിക്കുന്നു സമരം, എന്നിട്ടും പ്രതിഷേധത്തിൻ്റെ ചൂടൊട്ടും കുറഞ്ഞിട്ടില്ല എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചൂടിന് നല്ല വേനലിലും നല്ല മഴയിലും അടക്കം ഇവിടെ പ്രതിഷേധിച്ച ആളുകളാണ് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇപ്പോൾ ഉപരോധിക്കുന്നത്. അന്ന് മഴയത്ത് ഈ ടാർപോളിൻ കെട്ടിയതിനെ സംബന്ധിച്ച് പോലീസ് വന്ന് ടാർപോളിൻ മാറ്റുന്നതടക്കമുള്ള കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. അങ്ങനെ മഴയത്തും വെയിലത്തും രാത്രിയിലെ തണുപ്പത്തുമൊക്കെ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകന്മാരാണ്. അവരാണ് ഇന്നിതാ ഈ ചൂടിൽ ഇങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധത്തിൻ്റെ ചൂട്, സമരത്തിൻ്റെ ചൂട് ഇങ്ങനെ ഉയർത്തി സർക്കാരിന് മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നത് തന്നെയാണ്. ഏതായാലും സമരത്തിൻ്റെ വ്യാപ്തി ഇനി അങ്ങോട്ട് കൂടുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ആശാവർക്കർമാർ ഈ സമരത്തിലൂടെ കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമരത്തെ പലതിനോടും ഉപമിച്ച ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ സമരത്തിൽ പോലും ആളുകൾ കുറച്ചു മാത്രമേ വരൂ, 100-ലധികം ആളുകൾ എത്തില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് 1000-ലധികം ആശാവർക്കർമാർ ഈ സമരവേദിയിലേക്ക് എത്തി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ നേരത്തെ KK രമ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ സമരം കഴിഞ്ഞ് നാളെയാകുമ്പോൾ ഇത്രയല്ലേ ആളുകൾ വന്നുള്ളൂ എന്ന 7000-ലധികം ആളുകൾ വരുമെന്ന ആശാവർക്കർമാരുടെ ആ പ്രസ്താവന പോലും തെറ്റല്ലേ, ഇത്രയധികം ആളല്ലേ വന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഇത്രയധികം ആളുകളെ വെച്ച് സമരം ചെയ്ത ആശാവർക്കർമാരുടെ ഈ ഇച്ഛാശക്തിക്ക് മുന്നിൽ തോറ്റുമടങ്ങുക മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ള വഴി
എന്നതായിരുന്നു നേരത്തെ കെ രമ പറയുകയും ചെയ്തത്. ഏതായാലും അതേ തരത്തിലുള്ള ഇച്ഛാശക്തി തന്നെയാണ് നമുക്കിവിടെ എത്തുമ്പോൾ ഈ ആശാ വർക്കർമാരുടെ മുഖത്തും കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ നോമ്പെടുത്ത് വന്നവരുണ്ട്, വിവിധ അസുഖങ്ങളായി വന്ന ആളുകളുണ്ട്, അത്തരത്തിൽ വിവിധ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നിരവധി സ്ത്രീകൾ ഇതിനകത്തുണ്ട് എന്നതാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെല്ലാം മറികടന്നുകൊണ്ട് ആശമാർ സുനിഷ തലസ്ഥാനം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ആശമാരുടെ പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങളും പ്രതികരണങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.